കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമായിട്ടോ. ഇന്നിപ്പോൾ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. ഇന്ന് കളഭാലങ്കാരം ഉണ്ടായത് പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. നല്ലൊരു ഉണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ശ്രീലകത്ത്. എന്താ രസം എന്നറിയോ? കാണാൻ നല്ല രസമാണല്ലോ. അത് മാത്രമല്ല, കതിർക്കുലയൊക്കെ ഉള്ള മാതിരിയാണ്. കതിർക്കുലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇടത്ത് ഭാഗത്ത് മഹാലക്ഷ്മി ഉണ്ടല്ലോ. മഹാലക്ഷ്മി ദേവീനെയും കൂടിയും കൂട്ടിയിട്ടാണെന്ന് ഇപ്പോൾ അത് ചന്ദനം കൊണ്ടാണ് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ കാണാൻ നല്ല രസമായിട്ടാണ്. ഉണ്ണിക്കണ്ണനും ഉണ്ട്, മഹാലക്ഷ്മിയുണ്ട്. കൃഷ്ണനും വിഷ്ണുവും ലക്ഷ്മി ഇരിക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നത് ഉണ്ണിക്കണ്ണൻ ലക്ഷ്മീനെ പൂജിക്കാൻ നിൽക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ വളരെ രസമായിട്ട് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് ശ്രീലകത്ത് നല്ല കാഴ്ച സമൃദ്ധമായിട്ടാണ് നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണുന്നത്. ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സ് തരളിതമാവും. അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മിയും കൂടിയും കൂടിയപ്പോൾ വിഷ്ണുവും മഹാലക്ഷ്മിയും കൂടിയും കൂടുന്ന അതേ അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. ഗുരുവായൂരിലെത്തിയിട്ട് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് സോപാനപ്പടിയിലേക്ക് എത്തിയിട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും സോപാനപ്പടിയിലേക്ക് എത്തി. അപ്പോൾ സോപാനപ്പടിയിൽ അവിടെ നിന്നിട്ട് നമ്മൾ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുകയാണ്. ഗുരുവായൂരപ്പനെ തൊഴുന്നത് നല്ല ഒരു, അതായത് വിഷ്ണുവിനെ തൊഴുന്ന പോലെ, ഉണ്ണിക്കണ്ണനെ തൊഴുന്ന പോലെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കഷ്ടങ്ങളെല്ലാം അവിടെ പറയുകയാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഉണ്ണിക്കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും കൂടി അപ്പോൾ ധനമൊക്കെ വരട്ടെ എല്ലാവർക്കും. എല്ലാവർക്കും ധനാകർഷണമൊക്കെ ഉണ്ടാവട്ടെ. മഹാലക്ഷ്മിയൊക്കെ പ്രസാദിച്ച് നമ്മളെല്ലാവരുടെയും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊടുക്കട്ടെ. കടങ്ങളൊക്കെ ഉണ്ട ആളുകൾക്കൊക്കെ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ, മനസ്സമാധാനം ഉണ്ടാവട്ടെ. എല്ലാം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.